പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എത്തിച്ചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. ചേലക്കര പഞ്ചായത്തിന് മുന്നിൽ കുടിൽ കെട്ടി അമ്മയുടെയും മക്കളുടെയും പ്രതിഷേധം. ഞാൻ ഒരു ക്യാൻസർ രോഗിയുമാണ്. 60 കൊല്ലമായി. പിന്നെ എനിക്ക് 4 മക്കളുണ്ട്. 3 പെണ്ണുവരാണ്. അതിൽ ഒരാളെ കല്യാണം കഴിച്ച് കൊടുത്തു. ഇനി 2 പെണ്ണും ഒരാണും. ഞങ്ങൾ 4 ആള് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അയൽവാസി അബ്ദുറഹ്മാൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. അവൻ ഞങ്ങളെ ഏത് നേരവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വന്നിട്ട് ഇപ്പം അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല, കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അവൻ രാഷ്ട്രീയക്കാരനെയും മറ്റുള്ള പാർട്ടിക്കാരനെയും എല്ലാവരെയും കൂട്ടുപിടിച്ച് എൻ്റെ പേരിൽ കേസും കൂട്ടുമായി എനിക്ക് ആ വീട് പൊളിച്ച് തരണം, വീട് പൊളിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ പല കേസുകളും ഉണ്ടാക്കിയിട്ട് കോടതിയിലും അവിടെ ഇവിടെയും ഒക്കെ നടക്കുകയാണ്. എനിക്ക് എവിടെ പോയാലും നീതി കിട്ടുന്നില്ല. എവിടെ പോയാലും എനിക്ക് നീതി കിട്ടുന്നില്ല. കുറേ കേസുകളിൽ ഞാൻ പെട്ട് എന്നെ കേസും കൂട്ടത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇനി കേസ് നടത്താനോ വേറെ ഒന്നിനായില്ല. ഇനി പഞ്ചായത്തുകാരെയും കൂട്ടുപിടിച്ചു, എല്ലാവരെയും കൂട്ടുപിടിച്ചു. അവർ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് ഇപ്പം എൻ്റെ വീട് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം കൂട്ടുപിടിച്ചിട്ട് വീട് പൊളിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിന് എനിക്ക് പട്ടയം കിട്ടി എനിക്ക് അവിടെ താമസിക്കണം. എനിക്ക് അവിടെ താമസിച്ചേ പറ്റൂ. എൻ്റെ വീട് പൊളിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ താമസിക്കണം. ചേലക്കര ബൂത്താട്ടുകുളത്തിന് അരികിൽ താമസിക്കുന്ന ബീവാത്തുമ്മയും മക്കളുമാണ് പ്രതിഷേധ ധർണയുമായി പഞ്ചായത്തിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്നത്. ഞങ്ങള് മരം മുറിക്കാൻ ആദ്യമൊക്കെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തേങ്ങയും മാങ്ങയും മരക്കൊമ്പുകളും വീഴുന്ന ശല്യം കാരണം ഞങ്ങൾ ആദ്യമൊക്കെ ഒരു പരാതി കൊടുത്തു. അത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ മുറിച്ച് മാറ്റണം, ഇല്ലെങ്കിൽ അതിൽ കാരണം ബോധിപ്പിക്കണം പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ഓർഡർ വന്നു. ആ ഓർഡറിന് ഇയാളുടെ വീട്ടിലത്തെ മരങ്ങൾ മുറിക്കാതിരിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് മുറിച്ച് തരാതിരിക്കാനും വേണ്ടിയിട്ട് ഇയാൾ RDO കോടതിയിൽ വരാതെ കണ്ടിട്ട് ഹൈക്കോടതിയിൽ ഇയാൾ വിട്ട അപ്പീൽ പൊതുജനങ്ങളുടെ പരാതിയാക്കി മാറ്റി. ഞങ്ങളുടെ വീട് റോഡിൻ്റെ നടുക്കിലാണ്. പൂക്കളങ്ങര കോളനി പറയുന്ന സ്ഥലത്തേക്ക് റോഡ് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെ 2 വീട് പൊളിച്ച് മാറ്റിയാൽ മാത്രമേ റോഡ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ പേരെഴുതി അഡ്രസ്സും ചിലതിൽ ഒപ്പുണ്ട് ചിലതിൽ ഒപ്പില്ല, അങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ കാട്ടിയിട്ട് അവരുടേതല്ലാത്ത ഒപ്പുകൾ ഇട്ടിരിക്കുകയാണ്. ഇയാൾ സ്വയം ചെയ്തിരിക്കുകയാണ്. അതിനാരൊക്കെ സാക്ഷികളായി ഇതിൻ്റെ പിന്നിൽ പങ്കു ചേർന്നിട്ടുണ്ടോ ഇതൊക്കെ പുറത്തു കൊണ്ടുവരാം. ഞങ്ങൾ 20 വർഷമായിട്ട് ഈ കേസിൻ്റെ പിന്നിലാണ്. ഞങ്ങൾക്ക് അവിടെ സ്വൈരമായിട്ട് ജീവിക്കാൻ ഇയാൾ ഈ 20 വർഷമായിട്ട് ഞങ്ങൾക്ക് സമാധാനം തന്നിട്ടില്ല. 60 വർഷത്തോളമായി താമസിക്കുന്ന വീട് ഒഴിവാക്കുവാൻ പഞ്ചായത്തിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് കേസ് നൽകുകയും നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എവിടെയും നീതി ലഭിക്കാത്തതിനാൽ പഞ്ചായത്തിന് മുന്നിൽ കുടിൽ കെട്ടി നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും പിന്തുണയ്ക്ക് വേണ്ടി കേടുകയാണ് ഈ കുടുംബം. ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്ന വ്യക്തി ആദ്യം ഈ നാട്ടിൽ വാടകയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് ലക്ഷം വീട്ടിലിരുന്നു. വാടക കൊടുക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞ് ലക്ഷം വീട്ടിലിരുന്നു. ആ ലക്ഷം വീട് വിട്ട് ഈ മെയിൻ റോഡിൽ തന്നെ ആ സിവിൽ സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു പുറമ്പോക്ക് സ്ഥലത്ത് താമസാക്കിയിട്ട് വർഷങ്ങളോളം താമസിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പോഴാണ് ഈ പണമായത് ഇയാളുടെ കയ്യിൽ ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തത്. ഈ പണത്തിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്ന വ്യക്തിക്ക് എന്താണ് യോഗ്യത ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ? വാടകയ്ക്കും ലക്ഷം വീട്ടിലും പുറമ്പോക്കിലും ഇരുന്ന വ്യക്തി ഇപ്പോൾ കുറച്ച് പണമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ ബുദ്ധിമുട്ടിക്കുക. ഈ കുളപ്പുറത്ത് അബ്ദുറഹ്മാൻ എന്ന വ്യക്തി ആണ് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കണം. അതുകൂടാതെ മെയിൻ റോഡിൽ ഇവർ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഈ മെയിൻ ഇതായിട്ടുള്ള ബൈപ്പാസ് ഈ മെയിൻ റോഡിൽ അയാൾ കക്കൂസും കുഴി കുത്തി. ആ കക്കൂസും കുഴി പഞ്ചായത്ത് പോയിട്ടാണ് അത് അടപ്പിച്ചത്. ഇത്രയൊക്കെ ഇത് ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ ഇയാൾക്ക് എന്താണ് യോഗ്യത?
പൂതങ്കോട്ട് കുളത്തുനിന്ന് ദേവസ്ഥത്തിന്റെ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങള് കുളം നികത്തി എടുത്തിട്ടില്ല. പക്ഷെ കുളം നികത്തി 5 സെന്റ് സ്ഥലം ഈ കുളപ്പുറത്ത് അബ്ദുൾ റഹ്മാൻ കൈവശം വെച്ചിട്ടാണ് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നത്. ഇതിന്റെ ഈ കുളത്തിന്റെ 4 പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലും ദേവസ്ഥത്തിന്റെ സ്ഥലമുണ്ട്. അവർക്കാർക്കും കേസില്ല. ബീവാത്തുമ്മയ്ക്ക് മാത്രമാണ് കേസ്. ഇതിന്റെ പുറകിന് ഞങ്ങൾ RDO കോടതിയിൽ പോയി. അവിടുന്ന് ഞങ്ങൾക്ക് നീതിയില്ല, മോളിന്ന് പ്രഷറാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല പറഞ്ഞ് RDO കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് എതിരായിട്ട് വിധി വന്നു. അത് കഴിഞ്ഞു ഞങ്ങൾ കലക്ടറുടെ അടുത്തേക്ക് പോയി. അവിടെ ഡെപ്യൂട്ടി കലക്ടർ പറഞ്ഞു അവിടെ ഇവരുടെ വക്കീൽ വന്നില്ല പറഞ്ഞപ്പോൾ 1 മാസത്തേക്ക് സമയം വേണം പറഞ്ഞപ്പോൾ ഇവരുടെ വക്കീലിന് സുഖമില്ലാത്ത കാരണം 1 മാസത്തേക്ക് മാറ്റി വെച്ചു. ഞങ്ങളുടെ വക്കീല് ഞങ്ങൾക്ക് ശനിയാഴ്ചയാണ് കേസിന് 3:30 ശേഷമാണ് ഞങ്ങൾക്ക് കേസിന് ഹാജരാവാൻ, തിങ്കളാഴ്ച ഹാജരാവണം പറഞ്ഞിട്ട് ശനിയാഴ്ചയാണ് കടലാസ് കിട്ടുന്നത്. ഞങ്ങൾ വക്കീലിനെ അപ്പം തന്നെ അറിയിച്ചു. വക്കീൽ പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ കൊല്ലത്താണ്, എനിക്ക് തിങ്കളാഴ്ച വരാൻ പറ്റില്ല, ഞാനൊരു ജൂനിയർ വക്കീലിനെ വിട്ടുതരാം, നിങ്ങൾ പോയി പറഞ്ഞാൽ മതി, ഒന്ന് ഡേറ്റ് മാറ്റി തരാൻ പറയൂ പറഞ്ഞു. ഞങ്ങൾ പോയി ഡെപ്യൂട്ടി കലക്ടറോട് പറഞ്ഞു ഞങ്ങളുടെ വക്കീൽ വന്ന് പറഞ്ഞു ഞങ്ങളുടെ സീനിയർ വക്കീലില്ല, ഞങ്ങൾക്കൊന്ന് ഡേറ്റ് മാറ്റി തരണം പറഞ്ഞു. അപ്പോൾ അവർ ഡെപ്യൂട്ടി കലക്ടർ പറഞ്ഞു അത് മാറ്റാൻ പറ്റില്ല, ഇന്ന് തന്നെ ഇതിന് തീർപ്പ് കൽപ്പിക്കണം, ഡേറ്റ് മാറ്റാൻ പറ്റില്ല, നിങ്ങളുടെ വക്കീലില്ലെങ്കിൽ ഇന്ന് ഇതിന് വിധിയാവും പറഞ്ഞു. അങ്ങനെ അവർ ആ ഡേറ്റ് മാറ്റി വെക്കാതെ ഞങ്ങളുടെ വക്കീലില്ലാതെ ഇവരത് കേസ് വിധിയാക്കി. അതും ഞങ്ങൾക്ക് അനുകൂലമല്ല, എതിരായി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് കേസ് കൊടുത്തു. ഇതിനൊക്കെ ഓടണമെങ്കിൽ ഞങ്ങൾ ഈ പെൺകുട്ടികൾ വേണം ഓടാനായിട്ട്. ഈ ക്യാൻസർ രോഗിയായ ഉമ്മേനെ വീട്ടിലിട്ടിട്ടാണ് ഞങ്ങൾ ഈ ഓടണം. ഞങ്ങൾക്ക് വേറൊരു നിവർത്തിയില്ല. അവിടെ ട്രിബ്യൂണലിൽ പോയി ഞങ്ങളവിടെ ട്രൈബ്യൂണലിൽ ഞങ്ങൾ കേസ് കൊടുത്തു. അതിപ്പോൾ ഹൈക്കോടതിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ 4 മാസത്തിൻ്റെ ഉള്ളിൽ തീരുമാനം എടുക്കണം പറഞ്ഞിട്ട്. അത് ദേവസ്വത്തിൻ്റെ ആണോ പഞ്ചായത്താണോ എന്താണ് എന്നുള്ളത് തീരുമാനം എടുക്കാനായിട്ട് അത് ഹൈക്കോടതിയിലേക്ക് വിട്ടിട്ടുണ്ട്. CCV ന്യൂസ് ചേലക്കര.